ഹലോ ഗായ്സ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇതൊരു ഓണം വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം എന്തെന്ന് വെച്ചാൽ ഇത് ഒന്നാം ഓണമാണ് ഗൈസ്. അപ്പം ഇന്നത്തെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളാണ് ഗൈസ്. എനിക്കല്ല, അനൂപ് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു ഗൈസ്. പിന്നെ ശരത്തും ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞ് നോക്കട്ടെ. അവരൊന്നും ഞാൻ ഇതുവരെ വിളിച്ചില്ല. പോവുകയാണെങ്കിൽ ഇതൊരു വ്ളോഗായിട്ട് തന്നെ ഇതിലോട്ട് വരും. ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് തച്ചോട്ടാവാണ് ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ വണ്ടീൻ്റെ ടയർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരിക്കും ഗൈസ്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നല്ല അപ്പുറത്തും ഇപ്പുറത്തും നല്ല കട്ടയുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടയർ മാറണ്ടെന്ന് വിചാരിച്ച് തേഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നല്ല നൂല് കണ്ടു തുടങ്ങി ഗൈസ്. അതാണ് ഞാൻ ഇപ്പം വന്ന് മാറാൻ കാരണം. അതായത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഇത്ര പെട്ടെന്ന് ഇത്ര തീർന്നു. അതാണ് ഒരു പ്രശ്നം ഗൈസ്. എന്തായാലും ഞാൻ ഇന്ന് വന്ന് മാറുകയാണ്. ഇന്ന് ഒന്നാം ഓണമാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഗൈസ്. വരുന്ന വഴിക്ക് അഭിജിത്തിനെയും വിശാഖിനെയും കണ്ട്. അതാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു ചെറിയൊരു സൈലൻറ്റ് വ്ളോഗ് ഇട്ടത് ഗൈസ്. സംഭവം എന്ന് പറഞ്ഞാൽ മൈക്ക് നേരത്തെ ഓണാക്കാൻ പറ്റിയില്ല. അവരിവിടെ വിശാഖിൻ്റെ വണ്ടി പണിക്ക് കൊടുത്തിട്ട് പോണ വഴിയാണ് ഗൈസ്. അപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. അപ്പോൾ ഞാൻ ഈ ടയർ കടയിൽ വന്നത് ഒരുമിച്ച്. അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടിൻ്റെ ടയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. മറ്റേ ടയർ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. ഇത് കഴിഞ്ഞ് വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കണം. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് അവന്മാരോട് ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും അവന്മാരെ കൂടി ഒന്ന് വിളിച്ചു നോക്കാം. അവന്മാർ റെഡിയാണെങ്കിൽ പോകാം. എന്തായാലും അനൂപ് ഇന്നലെ പറഞ്ഞതാണ്, അതായത് ഇന്ന് രാവിലെ പറഞ്ഞതാണ് പോകാമെന്ന് ഗൈസ്. പിന്നെ ഞാൻ കിടന്ന് നല്ല ഉറങ്ങിപ്പോയി. അതാണ് ഇപ്പോൾ ഇത്രയും താമസിച്ചത്. അപ്പോൾ രാവിലെ ഒരു 2 മണിയായിട്ട് വന്ന് കിടന്ന് ഉറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ വണ്ടി വാഷ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഒന്നാം ഓണം ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഗൈസ്. ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് എന്തായാലും വണ്ടി വാഷ് ചെയ്യേണ്ട, സ്വന്തമായിട്ട് ചെയ്യാൻ ഗൈസ്. പക്ഷേ അതിനുള്ള സെറ്റപ്പ് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ പുറത്തു കൊടുത്താണ് എപ്പോഴും ചെയ്യണത്. പിന്നെ ഞാൻ നമ്മുടെ സ്ഥിരം ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ഇന്ന് ദോശയും സാമ്പാറാണ് ഗൈസ്. വെജാക്കി കളയാമെന്ന് വിചാരിച്ച്. ചായ ഇടില്ല ഗൈസ്. ചായ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പുറത്ത് പോയിട്ട് ചായ കുടിക്കാം. പിന്നെ അക്ഷയ് വിളിച്ചിരുന്ന്. അക്ഷയൻ്റെ കൂടെ ഒരു ഷോപ്പിങ്ങിന് പോകണം. അവന് ഓണക്കോടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി പോകണം. അതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ പ്ലാൻ. ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് 7 മണിയാകുമ്പം സിയാദും ശരത്തൊക്കെ ഫ്രീ ആവും. അപ്പോൾ അവരെ കൂടെ ഷോപ്പിങ്ങിന് പോവും. ഇത് ഇങ്ങനെയൊക്കെ തന്നെ ഓണമല്ലേ, അതുകൊണ്ട് ഗൈസ്. ദോശയുടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എപ്പോഴും കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ദോശ സാമ്പാറാണ്. ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി അക്ഷയ് വിളിക്കണം, എപ്പോൾ ഇറങ്ങുമെന്ന് ചോദിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കാണാം ഗൈസ്. അങ്ങനെ ഞാൻ അക്ഷയനെ വിളിച്ചിരുന്നത്. അപ്പോൾ അവൻ താമസിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കൊല്ലങ്കോണത്ത് അന്ന് ഞാൻ വന്നപ്പം തോറിൻ്റെ ഒരു മിനിയേച്ചർ കണ്ടിരുന്നു, അത് എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. സംഭവം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇത്തവണ ഓണക്കോടി അങ്ങനെയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് ഒരു മിനിയേച്ചർ സെറ്റപ്പ് എടുക്കാമെന്ന്. കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എന്തായാലും ഞാൻ കാണിച്ചു തരാം ഗൈസ്. സംഭവം കാണുന്നില്ല ഗൈസ്. ആകപ്പാടത ഈ ഒരു ഹൾക്ക് തോറിൻ്റെ ഈ ഒരു ഇതൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ നിക്കർ കീറിയ ഹൾക്കും കണ്ടില്ലേ, നിക്കർ മൊത്തം കീറിയ ഒരു ഹൾക്കും ഇരിക്കുന്നു ഗൈസ്. എന്തൊരു പറയാൻ. ഇത് മാർവലിൻ്റെ കുറച്ച് ഇതുണ്ട് കേട്ടോ, റിയലിസ്റ്റിക് ആയിട്ടുണ്ട് സംഭവം. നിക്കർ കീറിപ്പോയി. ഇത് കുഴപ്പം.
ഇതൊക്കെ ഉള്ളൂ ഗൈസ്. ഈ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. 290 രൂപ. സംഭവം നല്ല വർത്തായിട്ട് തോന്നി. എന്തായാലും ഇപ്പോൾ എടുക്കുന്നില്ല ഗൈസ്. അതൊന്നും ഞാൻ തോറിൻ്റെ മിനിയേച്ചർ നോക്കിയാണ് വന്നത് ഗൈസ്. സംഭവം ഞാൻ പോയ സാധനം കിട്ടിയില്ല ഗൈസ്. അങ്ങനെ തോറിൻ്റെ മിനിയേച്ചർ കിട്ടിയില്ല ഗൈസ്. പിന്നെ ഞാൻ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഈ ഒരു ചെറിയൊരു കാർ എടുത്തു. പിന്നെ 160 രൂപയാണ് വില. സംഭവം ഇത്തിരി റിയലിസ്റ്റിക് ആയിട്ട് തോന്നി, അതുകൊണ്ട് എടുത്തത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ പൊട്ടിക്കുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് സംഭവം സെറ്റ് കണ്ടില്ലേ? ആ ഒരു റിയലിസ്റ്റിക് കണ്ട. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ശരി തന്നെ, ബ്രാക്ക് ലൈറ്റ് ആണെങ്കിൽ ശരി തന്നെ, അകത്ത് ഇൻറ്റീരിയലാണെങ്കിൽ ശരി തന്നെ, നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. ഞാൻ സംഭവം പക്ഷേ ഫോക്കസ് ആവണ്ട. ഇപ്പോൾ ഫോക്കസ് ആയി. പക്ഷേ ഒരു മിനിറ്റ്, അൾട്രാ വൈഡ് ഇട്ടിട്ട് അത് ഫോക്കസ് ആവുള്ളൂ. ഓക്കെ കണ്ട. അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ കണ്ടില്ലേ? അത്യാവശ്യം അടിപൊളിയാണ്. കവറിൽ നിന്ന് എടുക്കും വരെ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു, പക്ഷേ ഇപ്പം ദാറ്റ്സ് ഗുഡ് ഗൈസ്. കൊള്ളാം കേട്ടോ. ആ ഒരു ചെറിയ മിററിൽ ഒരു ചെറിയൊരു മിററും കൂടി വെച്ചിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഗൈസ്. ഐ ലവ് ഇറ്റ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. സംഭവം പൊളി. ഫസ്റ്റ് ഞാൻ വിചാരിച്ച് ഭയങ്കര ബോറടിച്ചാണ് എടുത്തത്. സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ നേരം ഞാൻ നിന്ന്. അപ്പം അവർ എന്നെ വന്ന് നോക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതെടുത്തത്. മനസ്സോടെ എടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ ഫോട്ടോയൊക്കെ ഇത്തിരി എടുക്കട്ടെ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഈ സംഭവം ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതന്നേ ഉള്ളൂ. സംഭവം അടിപൊളി കേട്ടോ. കണ്ടില്ലേ ആ ലുക്കും ആ ഒരു വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹെഡ്ലൈറ്റ് ഞാൻ കണ്ടില്ലേ? സംഭവം എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഇഷ്ടപ്പെട്ട സാധനം ഗൈസ്. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു അത്തമാണേ. സംഭവം കൃഷ്ണൻ മറ്റേ പാമ്പിൻ്റെ പുറത്ത് നൃത്തം കളിക്കൂലേ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സംഭവം അടിപൊളി കേട്ടോ. ഗൈസ് അങ്ങനെ വിഷ്ണു വന്നിട്ടുണ്ട്. ഇനി ഞാൻ അവൻ്റെ വണ്ടിയിലാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അവനാണ് സാധനം എടുക്കണം, അതുകൊണ്ട് അവൻ്റെ വണ്ടി പോകുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും വിഷ്ണു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ആ ഫ്രണ്ടിൻ്റെ കടയിലോട്ട് വന്നേ. അവൻ ഇവിടെ നിന്ന് ഉണ്ടോ എന്ന് നോക്കട്ടെ. അവൻ നോക്കുന്നുണ്ട് അത്യാവശ്യം. ഞാൻ ഇത്തവണ പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കുന്നതില്ല ഗൈസ്. അടുത്ത വർഷം നോക്കട്ടെ. അപ്പോൾ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ അക്ഷി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അക്ഷയ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തൽക്കാലമായിട്ട് ഇത്തവണ ഒന്നും എടുക്കണില്ല, അടുത്ത തവണ നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ കരമന ഫ്ലീക്കിലോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് എടുക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് അവിടെ ഒന്ന് നോക്കാം. ഓണമല്ലേ, അപ്പോൾ എന്തൊക്കെ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്നൊക്കെ ഒന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അങ്ങനെ പോകണതാണ് ഗൈസ്. അപ്പോൾ ഫ്ലീക്ക് എത്തിയിട്ട് അനൂപിനെ ഒന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ അനൂപ് വരുമെന്നാണ് പറഞ്ഞത്. വരവില്ലേന്ന് അറിയാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്ലീക്കിൽ പോയിട്ട് കാണാം ഗൈസ്. ഗൈസ് ഞാൻ അങ്ങനെ കരമന ഫ്ലീക്കിൽ വന്നിട്ടുണ്ട്. സംഭവം കയറാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട് കയറിയിട്ടുണ്ട്, അക്ഷയ് അങ്ങോട്ട് പോയി. പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ല. സംഭവം ഭയങ്കര തിരക്ക് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു റൂമാണ്, അത് മൊത്തം ആൾക്കാർ നിറഞ്ഞ് അങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തായാലും അവൻ പോയി നോക്കിയിട്ട് വരട്ടെ ഗൈസ്. എന്നെക്കൊണ്ട് പറ്റില്ല. എന്തായാലും ഈ തിരക്കിലൊന്നും ഞാൻ പോയി കയറില്ല. കള്ള ഗൈസ്, ഇത് കംപ്ലീറ്റ് തിരക്കാണ്. അങ്ങനെ അറ്റം വരെ ഉണ്ട്. ഒരുവിധം ഞാൻ ഇവിടെ വന്ന് കയറി. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതാണ് ഓണത്തിൻ്റെ ഫ്ലീക്ക്. നമ്മൾ ഫ്ലീക്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് തിരക്കിൻ്റെയൊക്കെ ഒരു
ഫ്ലീക്കിൻ്റെ തിരക്ക് ഒടുക്കത്തെ തിരക്ക്. നമ്മൾ എവിടെ പോയാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ തന്നെയാന്ന് തോന്നല്ലേ? ഇന്നത്തെ ദിവസം ഇങ്ങനെ തന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ എങ്ങോട്ട് നേരെ? ഇനി മണക്കാട് പോവാം. മണക്കാടാ. ഇനി മണക്കാടൊന്ന് പോയി നോക്കാം കൈസ്. ഒന്നും എടുക്കാനുള്ള പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഓണമല്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും നോക്കാം കൈസ്, അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാനും അവനും കമലേശ്വരത്തുള്ള ഡ്രാഫ്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2-3 കടകളുണ്ട്, നമ്മൾ ഓപ്ഷൻസ് കുറച്ചുണ്ട് ഈ കമലേശ്വരം ഭാഗത്തെ. പിന്നെ കേശവാസപുരത്തും ഉണ്ട് ഒരു കട, CR7 എന്ന് പറയും. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസാണ്. എങ്ങും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സംഭവം എല്ലാം നല്ല തിരക്കാണ്. ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ എങ്ങനെയൊന്ന് നോക്കട്ടെ. ഇവിടെ അത്യാവശ്യം തിരക്കുകൾ കാണും, എല്ലായിടത്തും കാണും. അതിപ്പോൾ തിരക്കുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ 2-3 കടകളൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഒരുപാട് തവണ തപ്പി ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല ഗൈസ്. പിന്നെ നമ്മൾ ഹിപ്സ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിരിക്കുക. ഇതും കമലേശ്വരത്തുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും അവൻ പോയിരിക്കുന്ന അവൻ പറയണത് എന്തെന്ന് വെച്ചാൽ അവനൊരു സ്കൈ ബ്ലൂ ജീൻസും വേണം, ഒരു ടീഷർട്ടും വേണം. അപ്പം ഞാൻ പറഞ്ഞ് സ്കൈ ബ്ലൂ ജീൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ രാമേന്ദ്രനിൽ നല്ല സെറ്റ് ഇതായിട്ട് കിട്ടും. ബ്ലൂ ജീൻസൊക്കെ ഉണ്ട് രാമേന്ദ്രനിൽ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് 5 സ്ലീവ് ടീഷർട്ട്, അതിന് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സുഡിയോയിലുണ്ട് സാധനം. അതിപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടെ. എൻ്റെ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു, അത് അടിപൊളി ടീഷർട്ടായിരുന്നു കേസ്. അപ്പോൾ സുഡിയോ എൻ്റെ ഒരു ഇതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും കാണും, അവരുടെ അടുത്ത് തന്നെ പറഞ്ഞ 5 സ്ലീവ് ടീഷർട്ട് എവിടെയാണെങ്കിലും കിട്ടാനില്ല. സംഭവം സിമ്പിളാണ് കേസ്. അപ്പോൾ എന്തായാലും നമ്മളതൊന്ന് നോക്കി അടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഹിപ്പ് ഹോപ്പിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ രാമേന്ദ്രനിലേക്ക് പോകുന്നതാണ് ഗൈസ്. അപ്പോൾ ഞാനും കയറി ചെക്ക് ചെയ്ത് നോക്കി ഗൈസ്. സംഭവം ഇവിടെ ഇല്ല, ആ ടീഷർട്ട് ഇല്ല. ജീൻസ് പാൻറ്റിൻ്റെ ടീഷർട്ട് മാക്സിമം ഒപ്പിക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലൊന്ന് പോയി നോക്കുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞപ്പോൾ അവനും ഓക്കെ പറഞ്ഞു, എനിക്ക് സ്റ്റുഡിയോയിൽ പോയി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ്. എനിക്ക് പ്രതീക്ഷയില്ല ഗൈസ്. സംഭവം എന്തെന്ന് വെച്ചാൽ ഈ സ്റ്റുഡിയോയിൽ എപ്പോഴും സാധനങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഒന്നാമത് ഇത്തവണ ഓണവും കൂടി ആയതുകൊണ്ട് ഇനിയിപ്പം വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കാണണമെങ്കിലേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇത്തിരി ഒരു 5 സ്ലീവ് ബ്ലാക്ക്, ഇത്തിരി ഒരു ഫ്രീ സൈസ് ടീഷർട്ടാണ് നോക്കുന്നത്. എന്തായാലും നോക്കാം ഗൈസ്, കിട്ടോ ഇല്ലെന്ന് നോക്കാം ഗൈസ്. അങ്ങനെ ഇപ്പം ഞാൻ നിൽക്കുന്നത് പാളയത്താണ്. സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നേരെ ഫ്ലീക്കിലാണ് പോയത്. അവിടെ HM-ൻ്റെ പാൻറ്റ് വില കുറച്ചൊരു 650 രൂപയ്ക്ക് തന്നെ കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ അതെടുത്ത് അവൻ നേരെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഞാൻ നിൽക്കുന്നത് പാളയത്താണ്. സംഭവം ഇനി ശരത്തും സിയാദും അനൂപും ഇനി ഇങ്ങോട്ടാണ് പറഞ്ഞത്, പാളയത്ത് വരാൻ പറഞ്ഞു ഗൈസ്. ഞാൻ അങ്ങനെ പാളയത്ത് നിൽക്കുകയാണ്. കണ്ടില്ലേ നമ്മളെ ഗണപതി ക്ഷേത്രം, പള്ളി ഗൈസ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം അവന്മാർ വന്നിട്ട് കാണാം ഗൈസ്. ഗൈസ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഓണത്തിൻ്റെ ഒരു തിരക്കൊന്നും ഇല്ല കേട്ടോ. ഇത്തവണ കണ്ടില്ലേ, റോഡ് കംപ്ലീറ്റ് ശൂന്യമായിട്ടാണ് നിൽക്കുന്നത്. സംഭവം അവിടെ സിഗ്നലുണ്ട് ഗൈസ്, അത് വേറൊരു കാര്യം. എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ ഒരു തിരക്ക് കുറവാണ് പലയിടത്തും. എനിക്ക് തോന്നുന്നു വെള്ളയമ്പലം ആ ഭാഗത്തായിരിക്കും തിരക്ക് കൂടുതലെന്ന് തോന്നുന്നല്ല. അങ്ങനെയാണ് വരാവും. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇത്തവണ കണ്ടില്ലേ, സിഗ്നൽ പോയൊരു റോഡാണ് ഈ കാണുന്നത്. ഒരു ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല, ത്രൂ ആയിട്ട് അങ്ങനെ വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഗൈസ്. അവന്മാർ വന്നിട്ട് എനിക്ക് ഒരു പരിപാടിയില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുപോലെ എനിക്കൊരു തോന്നി. അപ്പോൾ എന്തായാലും കാണിച്ചതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും സിയാദ് അനൂപും വന്നിട്ടുണ്ട്. ഇനി അവന്മാർ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും ഇവൻ വരണം, ശരത്തും കൂടി വരണം ഗൈസ്. അപ്പോൾ എന്തായാലും ശരത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉടനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നാളെ ഇനിയിപ്പോൾ എന്താണ് പരിപാടി, നമുക്ക് ശരത്തിൻ്റെ അടുത്തൊന്ന് കേട്ട് നോക്കാം. നമ്മൾ നാളെ ആഴിമല പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നാളെ ആഴിമല പോയി തൊഴുതിറ്റൊക്കെ വീട്ടിൽ പോവാം, സദ്യ അടിക്കുക, അങ്ങനെ ഒരു പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുക. എന്താണ് നിൻ്റെ അഭിപ്രായം? ആഴിമല നല്ലൊരു തീരുമാനമാണ്. നേരത്തെ ഇറങ്ങണം. നമ്മൾ നേരത്തെ ഇറങ്ങാം. ഇന്നിപ്പോൾ നേരത്തെ പോവുകയാണെങ്കിൽ നേരത്തെ അപ്പം തന്നെ കിടന്നുറങ്ങിയാൽ നാളെ നേരത്തെ ഇറങ്ങാൻ പറ്റും. അപ്പം നീ വിശാഖിൻ്റെയും കൂടി നോക്കിയാൽ മതി. അബീത്തില്ലേ? നല്ല തിരക്കായിരിക്കും, നേരത്തെ ഇറങ്ങാം. അതെന്തായാലും തിരക്കാണ്, എല്ലായിടത്തും തിരക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്.
ഒരു സെക്ഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ആരാ? ഓഫീസിൽ ചേർന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മൂന്നിടത്ത് കയറി ഇതുവരെ കിട്ടില്ല. അപ്പോൾ കല്യാൺ സിൽസിൽ വന്നപ്പോഴത്തേക്കും കല്യാൺ സിൽസ് അടച്ചിട്ടേക്കുന്നു. ഹലോ ബ്ലോഗർ, ഫ്രീ അല്ലേ? ഗൈസ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സർപ്ലക്സിലാണ് വന്നത്, വഴുതക്കാടുള്ളത്. നോക്കട്ടെ ഗൈസ്, ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ ശാസ്തമംഗലത്തുള്ള സർപ്ലക്സിൽ പോകും. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്, തിരക്ക് കുറവാണ് കേട്ടോ എന്തായാലും. ഗൈസ് അങ്ങനെ നമ്മൾ സർപ്ലക്സിൽ വന്നിട്ട് സംഭവം അവിടെ കളക്ഷൻസ് ഒന്നും ഇല്ല ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ വീണ്ടും തിരിച്ച് ഫ്ലേക്കിലേക്ക് പോകാൻ പോവുകയാണ്. അവിടെ കളക്ഷൻസ് ഉണ്ട്, പക്ഷേ ഭയങ്കര തിരക്കാണ് ഗൈസ്, ആ ഒരു ഇതേ ഉള്ളൂ ഗൈസ്. അങ്ങനെ സംഭവം എല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അനൂപ് ഷർട്ടും എടുത്തിട്ടുണ്ട്, 3 ഷർട്ടും എടുത്ത്, ശരത്ത് ഒരു ക്യാപ്പ് എടുത്ത്, ഞാൻ ഒരു ക്യാപ്പ് എടുത്ത്, സംഭവം എല്ലാം സെറ്റായി ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നെ പ്ലാൻ, വേറെ എങ്ങും ഇല്ല. നാളെ ഇനി രാവിലെ ആഴിമല പോകണം, അതുകൊണ്ടുള്ള തിരക്കാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് വ്ളോഗ്. അപ്പോൾ വെള്ളം കുടിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ ആഴിമലയിൽ പോകണം. രാവിലെ 7 മണിക്ക് നമ്മൾ എന്തായാലും ഇറങ്ങാനുള്ള സെറ്റപ്പിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഇറങ്ങി, എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തേനാ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ശരി ഗൈസ്, മറ്റൊരു വ്ളോഗിൽ കൂടി വീണ്ടും കാണാം.